ലാൽ സാറിനെ ഈ പ്രൊജക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ കാരണം ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടാണ്. അദ്ദേഹമായിട്ടുള്ള സുഹൃത്ത് ബന്ധം വഴിയാണ് ലാൽ സാറിൻ്റെ ഈ പ്രൊജക്റ്റിലോട്ട് എത്താനും ലാൽ സാറിനെയും അതേപോലെ സുചിത്ര മാഡത്തിനെയും എല്ലാം നേരിട്ട് കാണാനും അവരുടെ ഈ പ്രൊജക്റ്റിലോട്ട് എനിക്ക് ടേക്കപ്പ് ചെയ്യാനും ഒരു അവസരം ലഭിച്ചത്. ഒരു ഇൻറ്റീരിയേഴ്സ് ഏറ്റവും നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും സ്റ്റിച്ചിയും. അപ്പോൾ അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ മീറ്റ് ചെയ്തു RAK മിസ്റ്റർ തസ്ലിക്കിനെ. ഈ പ്രൊജക്റ്റിന് വേണ്ടി ലാൽ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സൈറ്റിൽ വെച്ചിട്ടാണ്. അത് നമ്മുടെ ഒരു 1.5 years ബാക്ക് നമ്മൾ കൊറോണയൊക്കെ നടക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു പരസ്പരം നേരിട്ട് കാണാനും. ഇതിനൊക്കെ വേണ്ടി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവരായിട്ട് കാണുന്നത്. സൈറ്റിൽ അന്നത്തെ സിറ്റുവേഷൻസ് ബിൽഡേഴ്സ് ഹാൻഡ് ഓവർ ചെയ്ത ഒരവസ്ഥയിലാണ്, അതായത് ജസ്റ്റ് സ്ട്രക്ചറൽ വർക്ക് മാത്രം കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് സൈറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം അവരവിടെ വെച്ചിട്ട് ഇപ്പോൾ ലാൽ സാറാണെങ്കിലും സുചിത്ര മാഡം ആണെങ്കിലും അവരുടെ കുറച്ച് ഐഡിയാസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, അവരുടെ റിക്വയർമെൻറ്റ്സ്, എനിക്കിപ്പോൾ ഇങ്ങനെ വേണം, ഇപ്പോൾ സപ്പോസ് കിച്ചൺ എടുത്തു കഴിഞ്ഞാൽ കിച്ചണിൽ ഇങ്ങനെ വേണം, ഇന്ന ഏരിയയിൽ ഒരു ബാർ കൗണ്ടർ വേണം, ഇന്ന ഏരിയയിൽ ഇത് നമ്മുടെ ഒരു പൂജാ റൂം പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഫോർമൽ ലിവിങ് വേണം, ഇങ്ങനത്തെ രീതിയിൽ ഒരു ചെറിയൊരു സജഷൻസ് മാത്രമാണ് ഫസ്റ്റ് മീറ്റിങ്ങിൽ എനിക്ക് മീൻസ് ലാൽ സാറിൻ്റെ കയ്യിൽ നിന്നും ഇവരായിട്ട് കിട്ടിയത്. പക്ഷേ ദാറ്റ് മീറ്റിംഗ് ഈസ് ഓൾസം ആക്ച്വലി എന്താ പറയുക, അതേപോലെയുള്ളൊരു മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന വ്യക്തിനെ ഫസ്റ്റായിട്ട് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും, നേരിട്ട് കാണുമ്പോൾ അതേപോലെ അത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും എല്ലാം വളരെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സാറായിട്ട് മീറ്റ് ചെയ്തതിന് ശേഷം. പക്ഷെ അതിനുശേഷം ഉള്ള എക്സ്പീരിയൻസ് കൂടുതൽ 1.5 കൊല്ലമായി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇടപഴകി ഓരോ കാര്യങ്ങളും സംസാരിച്ച് വന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് അതിനേക്കാൾ ഡിഫറെൻ്റ് ആണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയറുമായുള്ള ചർച്ചകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ നേരിട്ട് മീറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ടൈമായിരുന്നു അന്ന്. കൂടുതലും കോവിഡ് ടെസ്റ്റുകളും ഒക്കെ നേരിട്ട് മീറ്റ് ചെയ്യാൻ സാറും ഈ പറയുന്ന പോലെ വാക്സിനേഷൻ എടുക്കുന്ന വാക്സിനേഷൻ ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ടൈമൊക്കെ ആയിരുന്നു നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും വീഡിയോ കോൾസ്, സൂം കോൾസിലൊക്കെ ആയിരുന്നു ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നത്. ഡിസൈനിങ് എല്ലാം നമ്മൾ കഴിഞ്ഞ് ഓരോന്നും മാഡത്തിനും സാറിനും നമ്മൾ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൺലൈനായിരുന്നു കൂടുതലും നമ്മൾ അതിൻ്റെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഇൻവോൾവ് ചെയ്തത്. സപ്പോസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളൊരു ഫർണിച്ചറിൻ്റെ ഡീറ്റെയിലിംഗ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, അതായത് മാഡം ആയിരുന്നു ഇതിൽ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മാഡത്തിന് ഓരോ പോയിൻറ്റുകളും നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത്, ഇതെത്ര എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഹൈറ്റ്, അതിൻ്റെ ഡെപ്ത്ത്, അതിൽ വെക്കുന്ന ഓരോ പ്രൊഡക്റ്റുകൾ, സാറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഇൻഡിവിജ്വൽ കസ്റ്റമൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 100% കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ സാറിന് വേണ്ടിയിട്ട് അതേപോലെ മാഡത്തിന് വേണ്ടിയിട്ട് അവരുടെ ഫുൾ ഫാമിലിക്കും വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഓരോ ഫർണിച്ചേഴ്സ് ആണെങ്കിലും ഡിസൈനിങ് ആണെങ്കിലും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 100% മാഡത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിലുണ്ട്, മാഡത്തിൻ്റെ ഐഡിയാസ് ഉണ്ട്, അതേപോലെ സാറിൻ്റെ ഐഡിയാസ് ഉണ്ട്, അതേപോലെ എൻ്റെ സജഷൻസും ഉണ്ട്. എല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ആ ഫൈനൽ ഒരു ഡിസൈനിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിലോട്ട് എത്തിയിരിക്കുന്നത്. എസ്പെഷ്യലി ഇതൊരു ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ സ്ഥലപരിമിതികൾ വളരെ ലിമിറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ സാറിൻ്റെയും മാഡത്തിൻ്റെയും ഐഡിയാസും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ വളരെയധികം കാര്യങ്ങൾ നമ്മളതിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ എസ്പെഷ്യലി എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് ഒരു സ്കൂട്ടർ, അതായത് ലാംബ്രെട്ട എന്ന് പറയുന്ന ആ സ്കൂട്ടർ സാറിൻ്റെ ഒരു പഴയൊരു കളക്ഷനാണ്. പഴയൊരു സിനിമയിൽ സാർ ഉപയോഗിച്ചിരുന്നതാണ് എന്നോട് പറഞ്ഞത്. ആ ഒരു ലാംബ്രെട്ട സാറിൻ്റെ വീട്ടിൽ എങ്ങനെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യിക്കാനുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അതിന് ഒരു കറക്റ്റ് സ്യൂട്ടബിളായ പ്ലേസ് അത് സാർ തന്നെ സജസ്റ്റ് ചെയ്തത് ഇറ്റ്സ് സാറിൻ്റെ നമ്മുടെ ബാർ കൗണ്ടർ ഏരിയയിൽ ഒരു ലിവിങ് ഏരിയയും അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ പേഴ്സണൽ ലിവിങ് മീൻസ് ഒരു ഫാമിലി ലിവിങ് ഏരിയ തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ റൂമിൽ. ഈ ലാംബ്രെട്ട എടുത്തിട്ട് നമ്മൾ പഴയ ഒരു ബ്ലൂ കളർ തീം, വളരെ ഓൾഡ് ഒരു ഡിസൈൻ ഓൾഡ് തന്നെയായിരുന്നു. അതിൽ നമ്മൾ നമ്മുടെ ഫാക്ടറിയിലോട്ട് എടുത്ത് അതിനൊരു മേക്ക് ഓവർ തന്നെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ കളറെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തു. എല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഒരു വീട്ടിൻ്റെ അകത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു നമ്പറിൻ്റെ ആവശ്യമില്ലായിരുന്നു. ബട്ട് എന്തോ നമുക്ക് സാറിനോട് അത് നേരിട്ട് ചോദിക്കാനുള്ളൊരു കാര്യമായിട്ട് ഞാൻ സാറിനെ വിളിച്ചതിന് ശേഷം നേരിട്ട് അതിൻ്റെ ഒരു നമ്പറിൻ്റെ സജഷൻ ചോദിക്കുമ്പോൾ സാർ തന്നെയാണ് പറഞ്ഞത്
അതിലെ നമ്പർ ML2255 എന്ന് പറഞ്ഞ നമ്പർ സാറ് സജസ്റ്റ് ചെയ്യാനുണ്ടായത്. അത് നമ്പർ ചെയ്തു. വിത്തിൻ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു 2 ദിവസം മുമ്പാണ് നമ്മൾ ആ സൈറ്റിലോട്ട് ആ ലാംബ്രറ്റോ സ്കൂട്ടർ അവിടെ എത്തിക്കുന്നത്. കറക്റ്റായിട്ട് അതിൻ്റെ ഒരു നമ്മുടെ ബാറിൻ്റെ ഇതിൻ്റെയും ലിവിങ്ങിൻ്റെയും സെപ്പറേഷനായ ഒരു ഡ്രിഫ്റ്റ് ഏരിയ ഉണ്ട്. അതിൻ്റെ മിഡിലായിട്ട് ഈ സാധനം പൊസിഷൻ ചെയ്യുകയാണ് ഉണ്ടായത്. അത് വന്നതിന് ശേഷം ആ ബാർ ഏരിയ ഒന്നും കൂടി കംപ്ലീറ്റഡ് ആയി. മാഡത്തിൻ്റെ ഈ പ്രൊജക്റ്റിൽ ഒരു ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡത്തിൻ്റെ സത്യം പറഞ്ഞാൽ മാഡത്തിൻ്റെ ഗ്ലോബൽ എക്സ്പോഷർ കൊണ്ട് മാഡത്തിനുള്ള നോളജ് അതെല്ലാം മാഡം അവർ ഈ പുതിയ വീടിന് വേണ്ടി, അതായത് ഈ പുതിയ ഫ്ലാറ്റിന് വേണ്ടിയിട്ട് അവർ ഷെയർ ചെയ്യുകയുണ്ടായി. മാഡം ഷെയർ ചെയ്ത ഒത്തിരി ഐഡിയാസ്, ഒത്തിരി കളർ കോമ്പിനേഷൻസ്, മാഡത്തിൻ്റെ കാര്യങ്ങൾ, അതായത് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രൊഡക്റ്റ് ഫിനിഷായി കഴിയുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സെയിം ടൈം തന്നെ നമ്മൾ സാറിനാണെങ്കിലും ലാൽ സാറിനാണെങ്കിലും മാഡത്തിനാണെങ്കിലും ഓൺ ദി സ്പോട്ടിൽ നമ്മളത് വാട്സപ്പിലൂടെ ആണെങ്കിലും സാറിന് അത് അറിയിച്ചിട്ട് അവരെ സജഷൻസ് എടുത്ത് അതിൽ എന്തൊക്കെ ചേഞ്ചസ് മീൻസ് അവർക്കത് ഇഷ്ടപ്പെട്ടോ, സാറ്റിസ്ഫൈ ആയോ, സാറ്റിസ്ഫൈ ആകാൻ വേണ്ടി ഇപ്പോൾ എന്തെങ്കിലും റീഡ്യൂ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ അത് റീഡ്യൂ ചെയ്യാനും ഞങ്ങൾ തയ്യാറായിരുന്നു. അത് അപ്പോൾ തന്നെ എടുത്ത് ഇപ്പോൾ കളർ കോമ്പിനേഷൻസ് 1-2 സ്ഥലങ്ങളിൽ അങ്ങനെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിച്ച ഒരു തീം എത്താൻ വേണ്ടി അത് രണ്ടാമത് റീഡ്യൂ ചെയ്യാനും നമുക്ക് ടൈം എടുത്തത് ഓൺ ദ ടൈമിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാഡത്തിനെ പോലുള്ള ഒരാളുടെ ഒപ്പം അസോസിയേറ്റ് ചെയ്തും സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ക്ഷമയോടുകൂടി, വളരെ പേഷ്യൻസോടു കൂടിയാണ് ഹാൻഡിൽ ചെയ്തത്. അതിൽ നിന്ന് കുറേയധികം പഠിക്കാനുണ്ടായിരുന്നു. എനിക്കും കുറേയധികം പഠിക്കാനുണ്ടായിരുന്നു. സാറിൻ്റെ ഒപ്പം ഉള്ളൊരു എക്സ്പീരിയൻസ് അത് ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എസ്പെഷ്യലി നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കമ്പോണൻസും കൂടുതലും ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ട്സാണ്. ഫുള്ളി മാർക്കറ്റിൽ അവൈലബിൾ ആയ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് നമ്മുടെ ഫാക്ടറിയിൽ അതൊരു യൂണിക് പ്രൊഡക്റ്റായിട്ട് തന്നെ നമുക്ക് പറയാം. പല രാജ്യങ്ങളിൽ നിന്നുള്ള പല സാധനങ്ങളും നമ്മൾ ഇവർക്ക് വേണ്ടി സാറിന് വേണ്ടിയിട്ട് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം അത് ഉൾക്കൊള്ളിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചു. എല്ലാം നമ്മുടെ മാനുഫാക്ചറിങ് കമ്പോണൻസും മെറ്റീരിയൽസും നമ്മുടെ ഫാക്ടറിയിൽ എത്തിച്ച് അവിടെ വെച്ചിട്ട് മാനുഫാക്ചർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ സൈറ്റിലോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മീൻസ് ഫ്യൂച്ചർ സർവീസ്, ഫ്യൂച്ചർ സപ്പോർട്ട് ഇതെല്ലാം എനിക്ക് എൻ്റെ ഫാക്ടറിയിൽ നിന്ന് തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ മെറ്റീരിയൽസും ഹൈലി ക്വാളിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി ഉള്ള മെറ്റീരിയലാണ്. ആർക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ്. അതായത് പ്രൈസ് വൈസ് ആണെങ്കിലും ഇതാണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് കറക്റ്റ് പ്ലേസിൽ നമ്മളത് അപ്ലൈ ചെയ്തു എന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇത്രയും വലിയൊരു ഹൈ വാല്യൂ ഉള്ളൊരു പ്രൊഡക്റ്റ് വേണമെന്നോ എനിക്ക് ഈ പറയുന്ന പോലെ യൂണിക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവിടെ എത്തിക്കണമെന്നോ എന്നുള്ളൊരു ഒരു കട്ട് ആൻഡ് റൈറ്റ് ഡിസിഷൻസ് ഒന്നും ആ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും ബെസ്റ്റ് കാണാൻ തൃപ്തിപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ കാണാനായിട്ട് അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ കളർ സ്കീം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ്സ് നോട്ട് എന്താ പറയുക, വളരെ ഹൈലൈറ്റഡ് കളേഴ്സൊന്നും നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടില്ല. വളരെ ലൈറ്റ് മൂഡിൽ വളരെ കോസി ഫീലായിട്ടുള്ള ഒരു ഫീലിലോട്ട് ആ എസ്തെറ്റിക് ഫീൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. അതിൽ കളർ കോമ്പിനേഷൻസ് എല്ലാം മാഡത്തിൻ്റെ സജഷൻസ് ഉണ്ട്, പേഴ്സണൽ നമ്മുടെ സജഷൻസ് ഉണ്ട്. അതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഫൈനലി ആ ഒരു ഔട്ട്പുട്ടിലോട്ട് എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെടുത്തിരിക്കുന്ന ഓരോ ഈച്ച് ആൻഡ് എവറി പ്രൊഡക്ട്സ്, അതിൽ ഉപയോഗിച്ച കാർപ്പറ്റ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ആർട്ട് വർക്ക്സ് കൂടുതലും സാറിൻ്റെ കയ്യിലുള്ള കളക്ഷൻസാണ്. അത് ഈ പറയുന്ന പോലെ നമുക്ക് ഒരിക്കലും കാണാൻ പോലും പലവർക്കും പറ്റാത്ത രീതിയിലുള്ള കളക്ഷൻസ് സാറിൻ്റെ കയ്യിലുണ്ട്. ആ കളക്ഷൻസാണ് കൂടുതലും ആ വീടിനെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറേ ആഡ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. സാറിൻ്റെ ഫോട്ടോ ഫ്രെയിംസും അതുപോലെ കാർപ്പറ്റ്സ് ഇതെല്ലാം മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതെല്ലാം ഹാൻഡ് നോട്ടഡ് ടൈപ്പ് കാർപ്പറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ആ വീടിനെ കുറേയും കൂടി ഭംഗിയാക്കാൻ അതിൻ്റെ കളർ സ്കിൽ കോമ്പിനേഷനിലും വളരെയധികം ഇഫക്റ്റ് ആയി. ഇതിൽ ഓരോ പ്രൊഡക്റ്റിലും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റിലും പേഴ്സണലായിട്ട് അതിൻ്റെ കളർ സ്കീമിലും എല്ലാം മാഡവും ഞാനും സാറും എല്ലാം ഇൻവോൾവ് വളരെയധികം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ അവരുടെ ടേസ്റ്റിലാണ് ആ വീട് വന്നിരിക്കുന്നത്. അതിൽ അവർക്ക് ചെയ്ത് കൊടുക്കുന്നതിൽ എനിക്ക് മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കസ്റ്റമറും ഈ പറയുന്ന പോലെ മോഹൻലാൽ സാറും മാഡവും വളരെയധികം സാറ്റിസ്ഫൈ ആണ്. തിരിച്ചും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെയധികം എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട്
ഭാഗ്യം അങ്ങേക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഒരുപാട് വീടുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ സാധിക്കട്ടെ. തീർച്ചയായും കുറേ സെലിബ്രിറ്റികളുടെ വീടുകൾ നമുക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ആറയ്ക്ക് ഇൻറ്റീരിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2011 2011 തന്നെയാണ് ഫസ്റ്റ് ഒരു സെലിബ്രിറ്റി ആയ മിസ്റ്റർ റോഷൻ ആൻഡ്രോസ്, നമ്മുടെ ഫിലിം ഡയറക്ടർ റോഷൻ ആൻഡ്രോസ് സാറിൻ്റെ വീട് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. അതിൽ നിന്നാണ് ഫിലിം ഫീൽഡിലോട്ടുള്ള ഒരു എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ റെഫറൻസും അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ ഈ പ്രൊജക്റ്റിലാണെങ്കിൽ പോലും ലാൽ സാറിനെ ഹൈദരാബാദ് വെച്ച് മീറ്റ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ 10 ഇയേഴ്സിന് ശേഷം അദ്ദേഹത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് റെഫറൻസ് കാണുമ്പോൾ സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെഫറൻസും എല്ലാം വളരെ ഇമ്പോർട്ടൻസ് ആണ് ഈ പ്രൊജക്റ്റ് കിട്ടാനായിട്ട്. ആഫ്റ്റർ 10 ഇയേഴ്സിന് ശേഷം ആ വർക്കിൻ്റെ ആ മെറ്റീരിയൽ എങ്ങനെ നിന്നൊന്നും അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നൊക്കെ സംസാരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. ഒരു നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് അദ്ദേഹം കൊടുത്തത്. അതേപോലെ ഒത്തിരി സെലിബ്രിറ്റീസിൻ്റെ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരെയും ഒരു 5-8 പേര് ആൾക്കാർ ഫിലിം ഫീൽഡിലെ ആൾക്കാർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ലാൽ സാറിൻ്റെ വർക്ക് ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി അപ്രീസിയേഷൻസും പല സ്ഥലങ്ങളിൽ നിന്ന് പല സുഹൃത്തുക്കളും പല ഇൻഡസ്ട്രിയിലുള്ള തന്നെ പല പല ആൾക്കാരും പലരും പേഴ്സണലായിട്ട് വിളിച്ച കുറേ അപ്രീസിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനുശേഷം നടന്നിരുന്നത്. ഒത്തിരി നമുക്ക് ഫ്യൂച്ചർ സപ്പോർട്ടുകൾ തരുമെന്നും അതിനുള്ള കൂടുതൽ എൻകറേജ് ചെയ്യുന്ന ഫീഡ്ബാക്കൊക്കെയാണ് എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും എല്ലാം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.